ബത്തേരിയിലെ ഹേമചന്ദ്രന്റെ കൊലപാതക കേസിൽ ഫേസ്ബുക്ക് പോസ്റ്റുമായി പ്രതി സൗദിയിലുള്ള പ്രതി നൌഷാദാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. ഹേമചന്ദ്രന്റേത് ആത്മഹത്യ എന്നാണ് നൌഷാദ് ആ പോസ്റ്റിൽ പറയുന്നത്. ജോഷില ചേരുകയാണ്. ജോഷില, നമുക്കറിയാം ഇതൊരു ദൃശ്യം മോഡൽ കൊലപാതകം അല്ലേ? ഒരു വർഷം മുൻപ് ഒരാളെ കൊലപ്പെടുത്തുന്നു, പിന്നീട് വനത്തിൽ കൊണ്ടുപോയി കുഴിച്ചിടുന്നു. ആ രീതിയിൽ സമർത്ഥമായി പോലീസ് ആ കേസ് തെളിയിക്കുന്നു. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികളിൽ ഒരാളാണ് ഈ നൌഷാദ് എന്ന് പറയുന്ന ആൾ. ഇയാൾ വിദേശത്താണുള്ളത്. ഇപ്പോൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നു ഹേമചന്ദ്രന്റേത് ആത്മഹത്യ എന്ന്. എന്താണ് ഈ പോസ്റ്റിൽ ഇയാൾ പറയുന്നത്? മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ദൃശ്യ മോഡൽ കൊലപാതകമായിരുന്നു. കഴിഞ്ഞ വർഷം മാർച്ച് 20 കാണാതായ ബത്തേരി സ്വദേശി ഹേമചന്ദ്രന്റെ മൃതദേഹം പോലീസ് വളരെ നിർണായകമായ വളരെ കാര്യമായ അന്വേഷണത്തിലൂടെയാണ് കണ്ടെത്തിയത്. അതും ചേരമ്പാടി വനത്തിനുള്ളിൽ കുഴിച്ചിട്ട നിലയിലായിരുന്നു ആ മൃതദേഹം ഉണ്ടായിരുന്നത്. രണ്ടുപേരാണ് പ്രതികളായിട്ടുണ്ടായിരുന്നത്. ഒരാൾ വിദേശത്തേക്ക് കടന്നതായാണ് പോലീസ് കണ്ടെത്തിയത്. ആ പ്രതിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ബത്തേരി സൗദിയിലുള്ള പ്രതി നൌഷാദാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. വളരെ വിചിത്രമായ കാര്യമാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഹേമചന്ദ്രന്റേത് ആത്മഹത്യയാണെന്നാണ് നൌഷാദ് പറഞ്ഞിരിക്കുന്നത്. കൊലപാതകം എന്ന് പറയുന്നത് തെറ്റാണ്. തനിക്കും തന്റെ സുഹൃത്തുക്കൾക്കും ഉൾപ്പെടെ ഹേമചന്ദ്രൻ പണം നൽകാനുണ്ട്. 30ഓളം പേർക്ക് പണം കൊടുക്കാൻ. അല്ല, ഈ പണം നൽകാനുണ്ട് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ നൌഷാദിനോട് തിരികെ ചോദിക്കേണ്ടി വരില്ലേ, ഈ ഫോൺ നിങ്ങൾ എന്തുകൊണ്ടാണ് പിന്നീട് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ അവർ വിശദീകരിക്കേണ്ടി വരില്ലേ? ആത്മഹത്യ ചെയ്ത ഒരാളുടെ മൃതദേഹമാണെങ്കിൽ എന്തുകൊണ്ടുപോയി വനത്തിൽ കൊണ്ടുപോയി കുഴിച്ചിട്ടു എന്ന ചോദ്യങ്ങളൊക്കെ ബാക്കിയാവുകയല്ലേ? തീർച്ചയായും മനു, ഇതിൽ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വളരെ വിചിത്രമായ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത രീതിയിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പലയിടങ്ങളിലും പൈസ കിട്ടാൻ വേണ്ടി ഒരുമിച്ച് പോയിരുന്നു. അഗ്രിമെന്റ് തയ്യാറാക്കിയ ശേഷം ഹേമചന്ദ്രനെ വീട്ടിലേക്ക് അയച്ചതാണ്. ഇതുമായി ബന്ധപ്പെട്ട ലൊക്കേഷനും കാര്യങ്ങളും എല്ലാം പോലീസിന്റെ കൈവശമുണ്ട്. എന്നാൽ ഹേമചന്ദ്രൻ തിരിച്ചെത്തി മൈസൂരിൽ നിന്ന് പൈസ കിട്ടാനുണ്ടെന്ന് പറഞ്ഞു. ഒരു ദിവസം കൂടി വീട്ടിൽ കിടക്കാൻ അനുവാദം നൽകി. ഭക്ഷണം വാങ്ങിക്കൊടുത്തു. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിലുള്ളത്. മാത്രമല്ല, ഹേമചന്ദ്രൻ ആത്മഹത്യ ചെയ്യാൻ തന്നെ വന്നതാണ്. വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു ഹേമചന്ദ്രൻ താമസിച്ചത്. ആവശ്യമെങ്കിൽ അയാൾക്ക് പോകാമായിരുന്നു. വീട്ടിലാക്കിയപ്പോഴും പോകാമായിരുന്നു. രാവിലെ മൃതദേഹം കണ്ടപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ സുഹൃത്തുക്കളെ വിളിച്ചു. കുഴിച്ചിടുക അല്ലാതെ മറ്റു വഴിയില്ല എന്നവർ പറഞ്ഞു. അങ്ങനെയാണ് 3 പേരും ചേർന്ന് കുഴിച്ചിട്ടത്. ഹേമചന്ദ്രന്റെ മൃതദേഹം വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ചെയ്ത തെറ്റിന് ജയിലിൽ കിടക്കാൻ തയ്യാറാണ്. താൻ എങ്ങോട്ടും മുങ്ങിയിട്ടില്ല. 2 മാസത്തെ വിസിറ്റിംഗ് വിസയ്ക്കാണ് സൗദിയിൽ വന്നത്. തിരിച്ചു വന്ന് പോലീസിന് കീഴടങ്ങും എന്നും ഈ പ്രതിയായ നൌഷാദ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. മനു, ശരി, നോക്കാം.